നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. മാള കേബിൾ വിഷൻ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ജൂലൈ 13 നടത്തുമെന്ന് ഭാരവാഹികൾ മാളയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. മാള കേബിൾ വിഷൻ വരിക്കാരുടെ മക്കളിൽ ഉയർന്ന വിജയം നേടിയവരെയാണ് ചടങ്ങിൽ വിദ്യാഭ്യാസ പുരസ്കാരം നൽകി ആദരിക്കുന്നത്. പോട്ടയിൽ ആളില്ലാത്ത വീട്ടിൽ മോഷണം, പണവും ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളും നഷ്ടപ്പെട്ടു. പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷനിൽ റിട്ടയർഡ് സർക്കാർ ജീവനക്കാരനായ പുല്ലൻ വിൽസന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഇന്നലെ രാത്രിയിലാണ് മോഷണം നടന്നതെന്നാണ് നിഗമനം. ദേശീയപാത 66 ശ്രീനാരായണപുരം 5-ാം പരുത്തിയിൽ ചരക്ക് ലോറി മറിഞ്ഞ് അപകടം. ആർക്കും പരിക്കില്ല. ഇന്നലെ രാത്രിയിലാണ് അപകടം നടന്നത്. കർണാടകയിൽ നിന്ന് എറണാകുളത്തേക്ക് പഞ്ചസാരയുമായി പോയിരുന്ന ലോറിയാണ് മറിഞ്ഞത്. കരാറുകാർ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് അഴീക്കോട് മുനമ്പം ഫെറിയിലെ ബോട്ട് സർവീസ് തടസ്സപ്പെട്ടു. ഇന്ന് രാവിലെ ആദ്യ ട്രിപ്പ് നടത്തിയ ശേഷമാണ് ബോട്ട് സർവീസ് നിർത്തിവെച്ചത്. ബോട്ട് സർവീസ് കരാറുകാർ തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് ബോട്ട് സർവീസ് സ്തംഭിച്ചത്. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പെരിന്തോട് ശുചീകരണത്തിന് ജനകീയ സമിതി രൂപീകരിച്ചു. ജൂലൈ 20 ജനകീയ പങ്കാളിത്തത്തോടെ നടത്തുന്ന പെരിന്തോട് ശുചീകരണ പ്രവർത്തനം വിജയിപ്പിക്കുന്നതിനായി ചേർന്ന ജനകീയ സംഘാടക സമിതി യോഗം പ്രസിഡന്റ് MS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കുട്ടികളെ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന 1/2 കിലോ കഞ്ചാവ് മിഠായിയുമായി ഉത്തർപ്രദേശ് സ്വദേശി പോലീസ് പിടിയിൽ. ഉത്തർപ്രദേശിലെ അജാർഘട്ട് ജില്ലക്കാരനായ രാജു സോൻഗറിനെയാണ് പിടികൂടിയത്. 79 കഞ്ചാവ് സത്തടങ്ങിയ മിഠായി ഇയാളിൽ നിന്ന് പിടികൂടി. ഇയാൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും പോലീസ് പിടിച്ചെടുത്തു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൊമ്പത്തങ്ങട് ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി നസിയ മർസൂഖ് പത്രിക സമർപ്പിച്ചു. അസിസ്റ്റന്റ് വരണാധികാരിയായ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഹസിബ് അലിക്കാണ് പത്രിക നൽകിയത്. ജൂലൈ 30 ഉപതെരഞ്ഞെടുപ്പ്. നാഷണൽ NGO കോൺഫെഡറേഷനും കിഡ്സും സംയുക്തമായി തയ്യൽ മെഷീൻ വിതരണം ചെയ്തു. കോട്ടപ്പുറം കിഡ്സ് ക്യാമ്പസിൽ വെച്ച് നടന്ന തയ്യൽ മെഷീൻ വിതരണോദ്ഘാടനം ബെന്നി ബെഹനാൻ MP നിർവഹിച്ചു. കോട്ടപ്പുറം രൂപത വികാരി ഫാദർ റോക്കി റോബിൻ കളത്തിൽ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗിരിധർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനയും നേത്ര സംരക്ഷണ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ചാലക്കുടി മുനിസിപ്പൽ വൈസ് ചെയർമാൻ ആലിസ് ഷിബു ഉദ്ഘാടനം നിർവഹിച്ചു. ചാലക്കുടി VR പുരം ചാത്തൻ മാസ്റ്റർ കമ്മ്യൂണിറ്റി ഹാളിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, സ്കൂളിന്റെ ഭിത്തിയിലെ ചോർച്ച തകരാർ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് DYFI, SFI എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ VR പുരം സെന്ററിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.